പൂതേ അപ്പം ഇങ്ങനെ വെച്ചുതരാം. അതെങ്ങനെ അതങ്ങനെ ഇട്ടുകൂടെ നമ്മളെ ഇച്ചിരി അങ്ങനെ അസോട്ടുണ്ട മോളെ. പൂവിട്ട് കഴിഞ്ഞു. ദേ നമ്മുടെ മാവേലി തമ്പുരാൻ വന്നു. മക്കളെ ഉണ്ടോ? മാവേലി തമ്പുരാൻ വന്നോ? എല്ലാവർക്കും സുഖമല്ലേ? ഇത്ര നേരമായി ഞങ്ങള് മാവേലി തമ്പുരാനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. നായ്ക്കളുടെ ശല്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി. മാവേലി അങ്കിളിനെ പട്ടി അടിച്ചോ? ഇനി എന്നെ കടിക്കാൻ ഒരു സ്ഥലവുമില്ല. കൂട്ടമായിട്ടല്ലേ എന്നെ ആക്രമിച്ചത്. ഒരു തമ്പുരാ, നമുക്ക് അത് തിരിക്കാം. ഇതവിടെ ചാരി വെച്ചോളൂ. തിരിച്ചു പോകുമ്പോൾ എനിക്ക് ആവശ്യമില്ല. ശരി ശരി ശരി. തമ്പുരാനെ ഉടങ്ങി വന്നോളൂ. തമ്പുരാൻ ഇരുന്നാട്ടെ. മലയാള നാട് മുഴുവൻ പേ ഇളകിയ തെരുവുനായ്ക്കളാ. കഴിഞ്ഞ ആഴ്ച എന്നെയും പട്ടി കടിച്ചായിരുന്നു. ഞാനിപ്പോ ഇഞ്ചക്ഷൻ എടുത്ത് നടത്തുക. പാതാളത്തിൽ തെരുവ് നായ്ക്കളുണ്ടോ? എൻ്റെ പൊന്നു മക്കളെ, പല രീതിയിലുള്ള തെരുവ് നായ്ക്കളെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. തമ്പുരാൻ വരാൻ താമസിച്ചപ്പോ ഇനി വരില്ല എന്ന് വിചാരിച്ചു. എന്തിനാ മക്കളെ ഞാൻ വരുന്നത്? ഏത് വീട്ടിൽ ചെന്നാലും എല്ലാവരും ടി വിയുടെ മുമ്പിലാണ്. ഒരിടത്തും ഓണക്കളികളില്ല. ഇളകിയ നായ്ക്കളുടെ ശല്യം വേറെയും. എല്ലാ വീട്ടിലും കയറിയായിരുന്നോ? നമ്മെ വരവേൽക്കാൻ മലയാളികൾ മറന്നു. ഒരു സ്ഥലത്തും ഊഞ്ഞാലാട്ടമോ വട്ടക്കളിയോ പുലിക്കളിയോ ഒന്നുമില്ല. എവിടെ നോക്കിയാലും യുവാക്കളുടെ വെള്ളക്കളിയാണ്. ചരസും കഞ്ചാവും MDMA ഉപയോഗിച്ച് അവരെന്നെ ചീത്ത പറഞ്ഞു. ചില ആൾക്കാർ എന്നെ ചെളിവെള്ളം കോരി ഒഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, തെരുവ് നായ്ക്കളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. ഭരണവും ഭരണ സംവിധാനങ്ങളും മാറി. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ തീ പിടിച്ച വിലയാ. ഞങ്ങൾ ഉപ്പേരി വറുത്തതും എന്തിനു പറയുന്നു തേച്ച് കുളിക്കുന്നവരെ പാമോയില്ല. വെളിച്ചെണ്ണ കണി കണ്ടിട്ട് വർഷങ്ങളായി. ഇപ്പൊ എല്ലാത്തിനും ഞങ്ങൾ പാമോയില ഉപയോഗിക്കുന്നത്. നാം എന്താണ് ഈ കേൾക്കുന്നത്? പാമോയിൽ പുരട്ടി കുളിക്കുകയോ? നാം നാടുവാണിരുന്ന കാലത്ത് കേരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന നാടാണിത്. ആ സ്ഥാനത്ത് കപ്പയും റബ്ബറും കാട്ടുവേപ്പുമാണ്. സദ്യവട്ടങ്ങളെല്ലാം ശരിയായി.
തൂശലല്ലേ ചോറെടുക്കട്ടെ. നിങ്ങൾ പുതുവസ്ത്രങ്ങളും ധരിച്ച് ഈ തിരുവോണത്തിന് മഹാബലി തമ്പുരാന്റെ കൂടത്തിൽ സദ്യ കഴിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ക്ഷമിക്കണം പ്രജകളെ, കള്ളവും ചതിയും വഞ്ചനയും ജയിൽചാട്ടവും തെരുവ് നായ്ക്കളുമുള്ള ഈ നാട്ടിലേക്ക് ഞാൻ ഇനിയില്ല. അങ്ങനെ പറയരുത്, വരാതിരിക്കരുത്. നീതിമാനായ അങ്ങയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. വാമനൻ എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ കാല് പിടിച്ച് അപേക്ഷിച്ചാണ് 4 ദിവസം എനിക്ക് തന്നത്. ഇതിലെത്രയോ ഭേദമാണ് പാതാളം. അടുത്ത വർഷം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമുള്ള ഭരണമാണെങ്കിൽ ഞാൻ വീണ്ടും വരും.